റിജിൽ മാക്കുറ്റിയിലേക്കാണ് പോകുന്നതും. റിജിൽ, സിൽവർ ലൈൻ എന്നുള്ളത് അത് റദ്ദാക്കുമെന്നുള്ളത് പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടിയായിരുന്നു. പക്ഷേ സിൽവർ ലൈന് ബദലായി RRTS മോഡലിൽ ഒരു മാതൃക മുന്നോട്ട് വെച്ച് കഴിഞ്ഞ സംസ്ഥാനമാണ് ഇതിനോടകം കേരളം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും സിൽവർ ലൈൻ എതിരല്ല, അത് ഏത് നിലയിൽ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് ആലോചനയിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞതുപോലെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ കണക്കിലെടുത്തു കൂടിയായിരുന്നു അത്. എന്തായാലും ആ തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ. എങ്ങനെയാണ് പ്രാഥമികമായി ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് വികസനം വരുന്നതിന് ആരും എതിരല്ല. പക്ഷേ കേരയിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ സംവിധാനത്തിന് അനുകൂലമല്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആശങ്കകളും ഈ നാടിനകത്തുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അന്നത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെ ഈ പദ്ധതി ഒരിക്കലും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവൻ്റെയും വീടിൻ്റെ അടുക്കളയിലും അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുമെല്ലാം ഈ മഞ്ഞ കുറ്റി സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ ആ കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയായിരുന്നു. പക്ഷേ തീർച്ചയായും വലിയ രൂപത്തിൽ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു ഞങ്ങൾ ഒരു പ്രതിഷേധം, അന്നത്തെ മന്ത്രി ശ്രീ ഗോവിന്ദൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പ്രതിഷേധിക്കാൻ പോയ ഞങ്ങളെ അതിക്രൂരമായാണ് എന്നെ ഉൾപ്പെടെ അന്നത്തെ DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരെല്ലാം ആക്രമിച്ച് അതിക്രൂരമായി തല്ലിച്ചതച്ച് മുമ്പോട്ട് പോയി എന്നത് ഇന്ന് ഈ കേരയിൽ എന്ന് പറയുന്ന ആ ജനവിരുദ്ധ നയം നടപ്പാക്കിയപ്പോൾ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് കേരളത്തിലെമ്പാടും ഇപ്പോൾ കോൺഗ്രസോ UDF മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും വികസന വിരുദ്ധർ അന്ന് ഇവർ ചാപ്പകുത്തുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ സംവിധാനത്തിന് എതിരായിട്ടുള്ള പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ വലിയ പ്രതിഷേധം, വലിയ പോരാട്ടം, അതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇച്ഛാശക്തിയോടെ കേരളം അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിഷേധം UDF എന്ന രൂപത്തിൽ അതിശക്തമായി ഞങ്ങളന്ന് ഉയർത്തിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ആ കാര്യം പറഞ്ഞിട്ട് തീർച്ചയായും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം തീരുമാനപ്രകാരം ഇന്ന് ആ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുകയാണ്, അത് നിർത്തുകയാണ് എന്നുള്ള ഒരു വലിയ തീരുമാനം എടുത്തപ്പോൾ വലിയ സന്തോഷം, വലിയ അഭിമാനം ഉൾപ്പെടെ അന്ന് നടത്തിയ സമരത്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ വേട്ടയാടപ്പെട്ടപ്പോഴും അതിനകത്ത് ഒരു അഭിമാനമുണ്ടായി, സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിൽ ഈ നാട്ടിലെ ഭൂമി ഏറ്റെടുക്കപ്പെട്ട ആ സാധാരണക്കാരായ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്, അവരുൾപ്പെടെ ഇന്ന് ആഹ്ലാദ തിമിർപ്പിലാണ്. തീർച്ചയായിട്ടും അത്തരം ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കില്ല എന്ന് ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ്. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവരുടെ മുകളിൽ കടന്നു കയറിക്കൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ശത്രുപാളയത്തിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയും UDFൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അവരെയും കൂടി ചേർത്ത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ അന്തരീക്ഷത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതികളുമായി മാത്രമേ UDF മുന്നോട്ട് പോകുമെന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.